എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്കുള്ളിൽ. ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ്, മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും വിശ്വാസ്യതയും. മാക്സ് 999 പാലക്കാട് റോഡ്, മേലെ പട്ടാമ്പി. വികസന കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേന്ദ്ര സർക്കാരും ബിജെപിയും ഇടപെടുന്നതിന് ഉദാഹരണമാണ് റോഡ് പണി പൂർത്തിയായതിനു ശേഷം പ്രദേശവാസികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് രണ്ടത്താണിയിൽ നടപ്പാലം നടപ്പിലാക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ എം അബ്ദുസ്സലാം. വികസന കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേന്ദ്ര സർക്കാരും ബിജെപിയും ഇടപെടുന്നതിന് ഉദാഹരണമാണ് റോഡ് പണി പൂർത്തിയായതിനു ശേഷം പ്രദേശവാസികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് രണ്ടത്താണിയിൽ നടപ്പാലം നടപ്പിലാക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ എം അബ്ദുസ്സലാം അഭിപ്രായപ്പെട്ടു. വികസിത ഭാരതത്തിനൊപ്പം വികസിത കേരളവും പ്രാവർത്തികമാകണമെങ്കിൽ കേന്ദ്രത്തിലെ ബിജെപി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഭരണ സംവിധാനം കേരളത്തിലും വരണമെന്നും എങ്കിലേ കേരളത്തിൽ വികസനം സാധ്യമാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങളിത് പുഷപ്പ് ചെയ്ത് ഇവിടെ എത്രയും വേഗം കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും. ഇവിടെ ഈ പറയുന്ന മേൽപ്പാത വന്നിരിക്കും. ഇപ്പോൾ മേൽപ്പാത പോരാ, അണ്ടർപാത വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ റിവൈസ്ഡ് ആയിട്ടുള്ള പ്രപ്പോസൽ വരികയാണെങ്കിൽ അതും നമ്മൾ പുഷ് ചെയ്യും. ഇവിടുത്തെ നാട്ടുകാർക്ക് എന്താണ് ഹാപ്പിനെസ്, പീപ്പിൾസ് ഹാപ്പിനെസ് എന്നൊക്കെ പറയാറില്ലേ, ആ രീതിയിൽ ബി ജെ പി ഉണ്ടാവും. പിന്നെ ബി ജെ പിയുടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ബി ജെ പിയിൽ ചട്ടമായിട്ട് നിൽക്കുന്നുണ്ട്, വ്യക്തമായിട്ട് പറയാം. ബി ജെ പി ഇവിടെ മാത്രമല്ല, കേരളം മൊത്തം വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവരിക. വികസിത ഭാരതം എന്ന് പറയാൻ പോകുന്ന അതേ ലൈനിൽ കൂടെ 2047 ആണല്ലോ, അതേ ലൈനിൽ വികസിത കേരളം എന്നും പറഞ്ഞൊരു മെഗാ മിഷനുമായിട്ട് രാജീവ് ചന്ദ്രശേഖർജി പോവുകയാണ്. ഞാൻ പലപ്പോഴും പറയുന്നത്, ഡൽഹിയിലൊരു മെഗാ മോഡിയും തിരുവനന്തപുരത്ത് ഒരു മിനി മോഡിയും കൂടെ ചേർന്ന് ഒരു ഡബിൾ എഞ്ചിൻ ലെവലിൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹൺഡ്രഡ്സ് ഓഫ് പ്രോജക്ട്സ് പൈപ്പ് ലൈനിൽ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. എല്ലാം കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി മാത്രമാണ്, കേരളത്തിൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രമാണ്. അതിന് പറ്റിയ സമയമാണ്. അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഇനി നിങ്ങൾ മനസ്സിൽ വെച്ചാലും മനസ്സിൽ വെച്ചില്ലെങ്കിലും ബി ജെ പിയുടെ ഇവിടുത്തെ ഇന്നത്തെ ലീഡർഷിപ്പ് കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഏത് പ്രോഗ്രാം വന്നാലും അത് പുഷ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കും. അതിനൊരു സംശയം വേണ്ട. ദേശീയപാത രണ്ടത്താണിയിൽ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണ പ്രദേശം പ്രദേശവാസികൾക്കൊപ്പം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ടത്താണിയിലെ വ്യാപാരികൾ ബിജെപി സംസ്ഥാന അധ്യക്ഷന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയിലാണ് രണ്ടത്താണിയിലെ ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.